Devika's Kitchen Recipes-ലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ സദ്യയുടെ ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ സദ്യയുടെ റെസിപ്പീസ് എല്ലാം ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ സ്ഥലത്ത് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഇതിൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പം നമുക്ക് സദ്യയുടെ ഇഞ്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇഞ്ചിക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇച്ചിരി കൂടുതൽ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് 250 ഗ്രാം എടുത്തത്. അപ്പം ഇത് ഞാൻ ഇതുപോലെ ചെറിയതായിട്ടാണ് സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് കനം കൂടുതലായിട്ട് ഇത് മുറിക്കരുത്. കനം കുറച്ച് ഇതുപോലെ വേണം നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനി നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് പുരട്ടി വയ്ക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറിക്ക് ഇത്രയും പുളി വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പുളി ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്ക് ഒന്ന് കുതിരാനായിട്ട് വയ്ക്കാം. അപ്പം ഞാനിവിടെ 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുതിരാനായിട്ട് വെക്കുന്നത്. ഞാൻ ഇഞ്ചിക്കറി കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1.25 കപ്പ് വെള്ളം എടുത്തത്. അപ്പോൾ കുറച്ചും കൂടെ ലൂസായിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം 2 കപ്പ് വെള്ളം എടുത്തോണേ. അപ്പോൾ ഇതിനി നമുക്കൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിരുന്ന ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. അപ്പോൾ ഇതിനി നമുക്ക് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ, നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. തീ കൂട്ടിയിട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ബ്രൗൺ കളറിൽ വരുന്നത് വരെ, നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇഞ്ചിയും എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതും നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമുക്കൊന്ന് കോരി മാറ്റാം. അവയെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇഞ്ചിയുടെ ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് വരണം. ഈ ഒരു പരുവത്തിൽ നമുക്കിങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റണം. അതുപോലെ ക്രിസ്പി ആയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് പുളിയും കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 1.25 കപ്പ് വെള്ളത്തിലാണ് ഇത് കുതിരാനായിട്ട് ഇട്ടിരുന്നത്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ നല്ലോണം ഒന്ന് ഞെരടിയതിന് ശേഷം നമുക്കിത് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പുളിയെല്ലാം ഞാനൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പുളി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഞാനൊന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പുളി ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിനി 3.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. അപ്പം ഞാൻ മുളക് പൊടിയും ഉലുവാപ്പൊടിയും മാത്രമേ ഇഞ്ചിക്കറിയിലേക്ക് ചേർക്കാറുള്ളൂ. ഇതിപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കാറുള്ള അതുപോലെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടികൾ മൂപ്പിച്ചെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകും. അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഉലുവാപ്പൊടി ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിലർ ഇതിലേക്ക് പച്ചമുളക് ചേർക്കാറുണ്ട്. ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരിത്തിരി എണ്ണയിൽ നമ്മൾ പച്ചമുളക് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഈ പൊടികൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ പച്ചമുളക് ചേർക്കാത്തത് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മളുടെ പുളിവെള്ളവും ഒന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പുളിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഇഞ്ചിയുടെ ആ ഒരു കുത്തൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശർക്കര ചേർക്കുന്നത്. അപ്പോൾ ശർക്കരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചി പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ലൂസായിട്ട് വേണ്ടവരാണെങ്കിൽ നമ്മൾ ആദ്യം 1.25 കപ്പിന് പകരം 2 കപ്പ് വെള്ളം ചേർത്തോണേ. അപ്പം ഇവിടെ ഞങ്ങൾക്ക് ഈ ഒരു തിക്നെസ്സിലാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തിക്നെസ്സിൽ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുകും കൂടെ താളിച്ചൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചി ഫ്രൈ ചെയ്തിരുന്ന ആ എണ്ണ തന്നെയാണ് കടുക് താളിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ എണ്ണയ്ക്ക് ഇഞ്ചിയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അപ്പോൾ ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ കടുക് താളിക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ കടുക് താളിച്ചതും കൂടെ നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി. അപ്പം ഈ രീതിയിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻസിലൂടെ അറിയിക്കണം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്